ഹലോ ഡിയേഴ്സ്, ക്ലാസ് ഫോർ മാത്സ് യൂണിറ്റ് 10 മെഷറിംഗ് വെയ്റ്റ്സ്, അളന്നും തൂക്കിയും ലെസൺ കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ. അളവിനെയും തൂക്കത്തെയും കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഓക്കെ. വെഡ്ഡിംഗ് ഓഫ് മിലൻ സിസ്റ്റർ, മിലൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. ഫാമിലി മെമ്പേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻ, ഫാമിലി മെമ്പേഴ്സ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. സീ ദ പിക്ചർ, ചിത്രം നിങ്ങൾ നോക്കുക. നെക്സ്റ്റ്, വാട്ട് ഓൾ തിങ്സ്, എന്തൊക്കെ സാധനങ്ങളാണ്. മിലൻ ആൻഡ് ഫാദർ റീച്ച്ഡ് ദ ഷോപ്പ് വിത്ത് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബൈ, അപ്പോൾ കല്യാണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മിലനും അച്ഛനും കൂടി ഷോപ്പിലെത്തി. അപ്പോൾ അവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത് ആ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാൾട്ട്, ഉപ്പ് 5 കിലോഗ്രാം വാങ്ങണം. റൈസ്, അരി 150 കിലോഗ്രാം. ഓയിൽ 50 ലിറ്റേഴ്സ്. ഷുഗർ 150 കിലോഗ്രാം. ദാൽ 75 കിലോഗ്രാം. മിൽക്ക്, പാല് 125 ലിറ്റേഴ്സ്. കേട്, തൈര് 50 ലിറ്റേഴ്സ്. ജാഗര 60 കിലോഗ്രാം. ചില്ലി, മുളക് 10 കിലോഗ്രാം. കൊറിയാൻഡർ, മല്ലി 10 കിലോഗ്രാം. ഒണിയൻ, ഉള്ളി 30 കിലോഗ്രാം. വിനീഗർ 3 ലിറ്റേഴ്സ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലുക്ക് അറ്റ് ദ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിച്ച് ഓഫ് ദ തിങ്സ് ആർ ബോട്ട് ബൈ വെയിറ്റ്, തൂക്കം നോക്കിയിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ, അതായത് തൂക്കിയിട്ട് വാങ്ങേണ്ട സാധനങ്ങൾ ഇതിലേതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സാൾട്ട്, അതായത് കിലോഗ്രാമിൽ കാണുന്നതൊക്കെ തൂക്കിയിട്ട് വാങ്ങേണ്ടതാണ്. സാൾട്ട്, പിന്നെന്താണ്, റൈസ്. ഓയിൽ ലിറ്ററിലാണ് ഉള്ളത് അല്ലേ, അപ്പോൾ അത് തൂക്കിയിട്ട് വാങ്ങേണ്ടതല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ബോട്ട് ബൈ വെയിറ്റ്, അതായത് കിലോഗ്രാമിൽ കാണിച്ചിരിക്കുക എന്ത് ചെയ്യുക, ഈ ബോട്ട് ബൈ വെയിറ്റിന് താഴെ എടുത്ത് എഴുതുക. മറ്റെന്താണ്, ലിറ്റേഴ്സിൽ കാണിച്ചിരിക്കുന്നത് അതേഴ്സിൽ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സാൾട്ട്, റൈസ്, ഓയിലല്ല, ഷുഗർ, ഡാൽ, പിന്നെ മിൽക്കും അതേഴ്സിലാണ്, അതായത് തൂക്കിയിട്ട് വാങ്ങേണ്ടതല്ല. കേടും അതേഴ്സിലാണ്. ജാഗര ബോട്ട് ബൈ വെയിറ്റ് ആണ്. ചില്ലി, കൊറിയാൻഡർ, ഒണിയൻ, പിന്നെ വിനീഗർ അതേഴ്സിലാണ്. നെക്സ്റ്റ്, ടു ദ ഷോപ്പ്, ഷോപ്പിലേക്ക്. ലുക്ക് അറ്റ് ദ സ്റ്റോക്ക് ഷോൺ ഇൻ ദ ബോർഡ്, അതായത് കടയിലുള്ള സ്റ്റോക്ക് ഇൻഫർമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കടയിലുള്ള സാധനങ്ങളും അവ എത്രയുണ്ട് അതിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് സ്റ്റോക്ക് ഇൻഫർമേഷൻ. റൈസ് 5 ടൺ ഉണ്ട്. ഷുഗർ 4 ടൺ. ഡാൽ 2 ടൺ. ബ്ലാക്ക് ഗ്രാം 3 കിൻഡൽ. ചില്ലി 2 കിൻഡൽ. ഗ്രീൻ ഗ്രാം 1 ടൺ. ജാഗര 7 കിൻഡൽ. റൈസിൻ 1/4 കിൻഡൽ. കാഷ്യൂനട്ട് 1/2 കിൻഡൽ. അപ്പോൾ ഇവിടെ ക്വിൻ്റലും പിന്നെന്താണ് 10 ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾക്ക് അറിയില്ല അല്ലേ അതെന്താണെന്ന്. 10 ക്വിൻ്റൽ, വാട്ട് ഡു ദേ മീൻ, എന്താണത് അർത്ഥാക്കുന്നത്? 10ഉം ക്വിൻ്റലും വെയിറ്റിൻ്റെ മെഷർമെൻറ്റാണ്, തൂക്കത്തിൻ്റെ അളവാണ്. നമ്മൾ ഇതുവരെ വെയിറ്റിൻ്റെ മെഷർമെൻറ്റ്, തൂക്കം അളക്കുന്നത് ഗ്രാമിലും കിലോഗ്രാമിലാണ് പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് നോക്കാം 10ഉം ക്വിൻ്റലും എന്താണ് എന്ന്. അതായത് 1000 ഗ്രാം കൂടിക്കഴിഞ്ഞാൽ അതിനെന്ത് പറയാം, 1 കിലോഗ്രാം എന്ന് പറയാം. ഇനി ഇതുപോലുള്ള 100 കിലോഗ്രാം കൂടിക്കഴിഞ്ഞാൽ അതിനെന്ത് പറയാം, 1 ക്വിൻ്റൽ എന്ന് പറയാം. ഇനി എന്താണ്, 100 കിലോഗ്രാം ആണ് 1 ക്വിൻ്റൽ. ഇനി 1000 കിലോഗ്രാമിന് എന്ത് പറയാം, 1 ടൺ എന്ന് പറയാം, 1 ടൺ എന്ന് പറയാം. ഇനി എന്താണ്, 1000 കിലോഗ്രാം 1 ടൺ ആണ്. അതുകൂടാതെ 10 കിൻഡലും എന്താണ്, 1 ടൺ ആണ്. അപ്പോൾ ഈ ബോക്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ മുകളിലുള്ള സ്റ്റോക്ക് ഇൻഫർമേഷൻ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഈ പഠിച്ച ബോക്സിലുള്ള കാര്യങ്ങളും വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഡസ് ദ ഷോപ്പ് ഹാവ് ഇൻ സ്റ്റോക്ക്, അതായത് ഈ ഷോപ്പിൽ എത്ര കിലോഗ്രാം അരിയാണ് ഉള്ളത്, എത്ര കിലോ അരിയാണുള്ളത്. ഇവിടെ 5 ടൺ, 5 ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 5 ടൺ, 5 ടൺസ് എത്ര കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ 1 ടൺ എത്ര കിലോഗ്രാമാണ്, 1000 കിലോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 1 ടൺ 1000 കിലോഗ്രാം ആണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ 5 ടൺ എത്രയായിരിക്കും, 5 × 1000 കണ്ടാൽ മതി അല്ലേ. 5 × 1000 കിലോഗ്രാം, അതായത് 5000 കിലോഗ്രാം ആണ് എന്ത്, 5000 കിലോഗ്രാം റൈസാണ് ഇവിടെ ഷോപ്പിൽ ഉള്ളത്. ആൻഡ് ബ്ലാക്ക് ഗ്രാം, അപ്പം ഉഴുന്ന് എത്ര കിലോ ആണുള്ളത്, ഉഴുന്ന് സ്റ്റോക്കിൽ എത്ര ഉള്ളത്, ബ്ലാക്ക് ഗ്രാം 3 ക്വിൻ്റൽ ആണുള്ളത്. അപ്പം 1 ക്വിൻ്റൽ 100 കിലോഗ്രാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 3 ക്വിൻ്റൽ 3 × 100 300 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ഹൗ മെനി കിലോഗ്രാംസ് ഈസ് ഹാഫ് എ ക്വിൻ്റൽ ഓഫ് കാഷ്യൂനട്ട്, 1/2 ക്വിൻ്റൽ കാഷ്യൂനട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 1/2 ക്വിൻ്റൽ. 1 ക്വിൻ്റൽ എത്ര കിലോഗ്രാം ആണ്, 100 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 1/2 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാം. ഓക്കെ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ സ്റ്റോക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. മുകളിലുള്ള സ്റ്റോക്ക് നോക്കിയിട്ട് നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഷുഗർ, പഞ്ചസാര എത്രയാണ് സ്റ്റോക്കിലുള്ളത്, 4 ടൺ, 4 ടൺ ആണുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ കിലോഗ്രാമിലേക്ക് മാറ്റാം, 4 ടൺ ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 ടൺ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 4 ടൺ 4 × 1000 4000 കിലോഗ്രാം ആണ് അല്ലേ. ഇനി ഡാൽ, പരിപ്പ് 2 ടൺ ആണ്, അപ്പോൾ 2000 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ചില്ലി, മുളക് 2 ക്വിൻ്റൽ ആണ്. അപ്പോൾ 1 ക്വിൻ്റൽ 100 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2 ക്വിൻ്റൽ എത്രയായിരിക്കും, 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 × 100 200 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ഗ്രീൻ ഗ്രാം, പയർ എത്രയാണ് സ്റ്റോക്കിലുള്ളത്, 1 ടൺ, 1 ടൺ ആണ് അല്ലേ. അപ്പോൾ 1 ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, ജാഗര, ശർക്കര 7 ക്വിൻ്റൽ ആണ്. അപ്പോൾ 7 × 100 700 കിലോഗ്രാം ആണ്. നെക്സ്റ്റ്, റൈസിൻ, ഉണക്കമുന്തിരി 1/4 ക്വിൻ്റൽ, 1/4 ക്വിൻ്റൽ ആണ്. അപ്പം 1 ക്വിൻ്റൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 1/4 ക്വിൻ്റൽ എന്നാൽ
എന്താണ് 100ൻ്റെ 4/1 ഭാഗം അല്ലേ. അപ്പം 25 കിലോഗ്രാമാണ്. ഓക്കെ. നെക്സ്റ്റ് 10 ഒന്നുകൂടി ക്ലിയർ ആക്കി തരുന്ന പ്രവർത്തനമാണ്. എ ലോറി വിത്ത് ഗുഡ് ഹാസ് കം ടു ദ ഷോപ്പ്. ഷോപ്പിലേക്ക് ഒരു ലോറി സാധനങ്ങൾ വന്നു. 1 സാക്ക് കണ്ടെയ്ൻ 50 കിലോഗ്രാംസ് ഓഫ് റൈസ്. ഒരു ചാക്ക് അരിയാണ് വന്നത്. അപ്പോൾ ഒരു ചാക്ക് അരി എന്ന് പറയുന്നത് 50 കിലോ അരിയാണ്. 50 കിലോഗ്രാമാണ് 1 സാക്ക്, ഒരു ചാക്ക്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 സാക്സ് ഓഫ് 50 കിലോഗ്രാംസ് ഈച്ച്. അങ്ങനെയാണ് 2 ചാക്ക് 50 കിലോ വീതമുള്ള 2 ചാക്കുകൾ കൂടിയാൽ എത്രയാണ് വെയിറ്റ് ഉണ്ടാവുക? അതായത് 2 ടൈംസ് 2 ടൈംസ് 50 കൂട്ടുക. എത്രയാണ്? 100 കിലോ ആണ് അല്ലേ, കിലോഗ്രാം ആണ്. 2 ചാക്ക് എന്ന് പറയുന്നത് 100 കിലോ ആണ്. അപ്പോൾ അങ്ങനെയാണ് ടു മേക്ക് എ 10, ഒരു 10 ആകാൻ വേണ്ടി ഹൗ മെനി 50 കിലോഗ്രാം സാക്സ് ആർ നീഡഡ്. 50 കിലോ ഉള്ള എത്ര ചാക്കുകൾ കൂടിയാലാണ് ഒരു 10 ആവുക? അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? 2 സാക്സ് കൂടിക്കഴിഞ്ഞാൽ എത്രയായി? 2 ചാക്ക് എന്താണ്? 100 കിലോ ആണ് അല്ലേ. ഒരു ചാക്ക് 50 കിലോഗ്രാം ആണ്. അപ്പോൾ 2 ചാക്ക് 100 കിലോ ആണ്. അപ്പോൾ 110 എന്ന് പറയുന്നത് 1000 കിലോ ആണ്. എന്ത്? 1000 കിലോഗ്രാം ആണ് 110. അപ്പം 2 ചാക്ക് 2 സാക്സ് കൂടിക്കഴിഞ്ഞാൽ 100 കിലോ ആണെങ്കിൽ എത്ര സാക്സ് കൂടിക്കഴിഞ്ഞാലാണ് 1000 കിലോഗ്രാം ആവുക? അതായത് എത്ര 100 കൂട്ടുമ്പോഴാണ് 1000 ആകുന്നത്? 10 100 കൂട്ടുമ്പോഴാണ് 1000 ആവുക. അപ്പം സാക്സ് നമ്മൾ എന്ത് ചെയ്താലും ചാക്കും. അതായത് 100 കിലോയ്ക്ക് 2 ചാക്കാണെങ്കിൽ 10 ടൈംസ് 2 കൂട്ടുക അല്ലേ. 10 ടൈംസ് 2 ചാക്കുകൾ വേണ്ടി വരും. അതായത് 2 × 10, 2 × 10 ആണ് അല്ലേ 1000 ആവുക. അപ്പോൾ എത്ര ചാക്കാണ്? 2 × 10 എത്രയാണ്? 20 സാക്സ്. എത്ര സാക്സ് ആണ്? എത്ര ചാക്കാണ്? 20 സാക്സ് അല്ലേ. നെക്സ്റ്റ് ഹൗ മെനി 25 കിലോഗ്രാം സാക്സ് മേക്ക് 10. എത്ര 25 കിലോ ഉള്ള ചാക്കുകൾ കൂടിയാലാണ് ഒരു 10 ആവുക? അപ്പോൾ എത്ര 25 കൂടിയാലാണ് 100 ആവുക? 4 25 കൂടിക്കഴിഞ്ഞാലാണ് 100 ആവുക. ഇനി 100 എത്ര ടൈംസ് കൂടണം? 10 ടൈംസ് കൂടണം അല്ലേ 1000 ആകാൻ വേണ്ടി. അപ്പോൾ ഈ 4 എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര ചാക്കാണ്? 40 സാക്സ്. 40 ചാക്കുകൾ കൂടിയാലാണ് 40 25 കിലോയുടെ 40 ചാക്കുകൾ കൂടിയാലാണ് ഒരു 10 ആവുക അല്ലേ. ഓക്കെ. നെക്സ്റ്റ് 10 ആൻഡ് ക്വിൻ്റൽ. കിലോഗ്രാമിനെ 10ലേക്കും ക്വിൻ്റലിലേക്കും മാറ്റുന്ന പ്രവർത്തനമാണ്. സി ദ ഗുഡ്സ് അൺലോഡഡ് അറ്റ് ദ ഷോപ്പ്. ഷോപ്പിൽ ഇറക്കിയ സാധനങ്ങൾ നോക്കൂ. കാൽക്കുലേറ്റ് ദ വെയ്റ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. വെയിറ്റ് കണക്കാക്കിയിട്ട് നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഐറ്റം റൈസ്, അരി എത്രയാണ്? നമ്പർ ഓഫ് സാക്സ്, എത്ര ചാക്കാണ് ഇറക്കിയത്? 40 സാക്സ്, 40 ചാക്കാണ് ഇറക്കിയത്. ഇനി ഒരു ചാക്കിൽ വെയിറ്റ് ഓഫ് 1 സാക്ക്, ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണുള്ളത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 40 × 50. എത്രയാണ് 40 × 50? 2000 കിലോഗ്രാം ആണ് അല്ലേ. ഈ 2000 എത്ര കിൻഡലാണ്? കിൻഡലിലേക്ക് കാണാൻ വേണ്ടി ഈ 2000 ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2000 / 100 എത്രയാണ്? 20 കിൻഡലാണ്. ഇനി നെക്സ്റ്റ് 10ലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? 2000 കിലോഗ്രാം എത്ര 10 ആണ്? 2000 / 1000 ആണ്. അതായത് 110 എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 2000 എന്ന് പറയുന്നത് 210 ആയിരിക്കും അല്ലേ. 2000 / 1000 2 ആണ്. നെക്സ്റ്റ് അതുപോലെ ബാക്കിയും കാണുക. ഷുഗർ 20 സാക്സ്, 20 ചാക്കാണ് ഇറക്കിയത്. ഒരു ചാക്കിൽ 50 കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 20 × 50 എത്രയാണ്? 1000 ആണ്. 1000 എന്ന് പറയുന്നത് 10 കിൻഡലാണ്. 110 ആണ്. നെക്സ്റ്റ് ഡാൽ പരിപ്പ് 25 ആണ്. 25 ചാക്കാണ് ഇറക്കിയത്. അപ്പോൾ ഒരു ചാക്കിൽ എത്രയാണ്? 20 കിലോഗ്രാം ഉള്ളത്. അപ്പോൾ ടോട്ടൽ 25 × 20 എത്രയായിരിക്കും? 500 കിലോഗ്രാം ആണ്. അപ്പോൾ 500 കിലോഗ്രാം 5 കിൻഡലാണ്. ഇനി അത് എത്രയാണ്? 10 ഹാഫ് 10 ആണ് അല്ലേ. അതായത് 1000 ആണ് 110. 500 എന്ന് പറയുന്നത് 110ൻ്റെ പകുതിയാണ്. അപ്പോൾ ഹാഫ് 10 ആണ്. നെക്സ്റ്റ് ബ്ലാക്ക് ഗ്രാം 5 ചാക്കാണ്, 5 സാക്സ് ആണ്. അപ്പം ഒരു ചാക്കിൽ 10 കിലോഗ്രാം ആണുള്ളത്. അപ്പോൾ 5 × ടോട്ടൽ കിലോഗ്രാം 5 × 10 50 ആണ്. 50 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര കിൻഡലാണ്? 100 കിലോഗ്രാം ആണ് 1 കിൻഡൽ. അപ്പോൾ 50 എന്ന് പറയുന്നത് 100ൻ്റെ പകുതിയാണ്. അപ്പോൾ ഹാഫ് കിൻഡലാണ് അല്ലേ. 10ൽ നമ്മൾ കാണേണ്ടതില്ല. നെക്സ്റ്റ് ഗ്രീൻ ഗ്രാം എന്താണ്? 5 നമ്പർ ഓഫ് സാക്സ് ആണ്. 5 ചാക്കാണ് ഇറക്കിയത്. ഇനി ഒരു ചാക്കിൽ 50 കിലോ ആണുള്ളത്. അപ്പം എത്രയാണ്? 50 × 5 എത്രയാണ്? 250 കിലോഗ്രാം ആണ്. 250 എന്ന് പറയുന്നത് 2.5 കിൻഡലാണ്. അത് എത്ര 10 ആണ്? ക്വാർട്ടർ, 1/4 10 ആണ് അല്ലേ. നെക്സ്റ്റ് ചില്ലി മുളക് 4 ചാക്കാണ് ഇറക്കിയത്. ഒരു ചാക്കിൽ 50 കിലോഗ്രാം ആണുള്ളത്. അപ്പോൾ 4 × 50 എത്രയാണ്? 200 കിലോഗ്രാം ആണ് ടോട്ടൽ. ഇനി 200 കിലോഗ്രാം 2 കിൻഡലാണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ്. ബാക്കി എത്ര? എ മാൻ ഇൻ ദ ഷോപ്പ് വെയ്ഡ് സം ഓഫ് ദ ഐറ്റംസ് ബോട്ട് ഫോർ ദ വെഡിങ് ഫീസ്റ്റ്. വെഡിങ് ഫീസ്റ്റ് സദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ ഷോപ്പിലുള്ള ഒരാൾ തൂക്കി തന്നു. ഹി ടുക്ക് ദം ഫ്രം 1 കിലോഗ്രാം പാക്കറ്റ്. അയാൾ തൂക്കി തന്നത് 1 കിലോഗ്രാമുള്ള പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് തൂക്കി തന്നത്. ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ ഈച്ച് പാക്കറ്റ്. അപ്പോൾ ഓരോ പാക്കറ്റിലും എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക?
കാർഡമം ഏലക്കായ എത്രയാണ് വാങ്ങിയത്? വെയിറ്റ് ബോട്ട് 250 grams ആണ് വാങ്ങിയത്. അപ്പോൾ ആ പാക്കറ്റിൽ എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? ലെഫ്റ്റ് എത്രയായിരിക്കും? അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. എത്രയായിരിക്കും? അതായത് 1 kilogram പാക്കറ്റിൽ നിന്നാണ് എടുത്തത് അല്ലേ? 1 kilogram പാക്കറ്റിൽ നിന്ന് 250 gram എടുത്തു. അപ്പോൾ 1 kilo എന്ന് പറയുന്നത് 1000 gram ആണല്ലേ? അപ്പോൾ ഈ 1000 gram നിന്ന് എത്ര എടുത്തു? 250 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ലെഫ്റ്റ് ഉണ്ടാവുക? 750 gram ബാക്കി ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് കാഷ്യൂ നട്ട്, കശുവണ്ടി പരിപ്പ് എത്രയാണ് വാങ്ങിയത്? 900 gram ആണ് വാങ്ങിയത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 100 gram ബാക്കി ഉണ്ടാവും അല്ലേ? ഇനി റൈസിൻ, ഉണക്കമുന്തിരി 1000 gram വാങ്ങി, അതായത് 1 kilo തികച്ചും വാങ്ങി. അപ്പോൾ പാക്കറ്റിൽ ഇനി ബാക്കിയൊന്നുമില്ല, 0 ആണ് അല്ലേ? ടർമറിക്ക്, മഞ്ഞൾ 750 gram ആണ് വാങ്ങിയത്. അപ്പോൾ ലെഫ്റ്റ് എത്രയാണുള്ളത്? ബാക്കി എത്ര പാക്കറ്റിലുള്ളത്? 250 gram ബാക്കിയുണ്ട്. ഇനി കുമിൻ, ജീരകം 500 gram ആണ് വാങ്ങിയത്. ബാക്കി എത്രയാണ്? 500 gram ലെഫ്റ്റ് ബാക്കി പാക്കറ്റിൽ ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് ബോട്ട്? വാങ്ങിയ സാധനങ്ങളുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ഇതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 3400 gram ആണ് കിട്ടുക. 3400 gram. അപ്പോൾ ഈ 3400 gram എത്ര കിലോഗ്രാം ആണ്? 3 kilogram 400 gram ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വെയിറ്റ്? തൂക്കം എത്രയാണ്? അപ്പോൾ ഇവിടെ കടയിലുള്ള മെഷീനിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 12 kilogram ആണല്ലേ? അപ്പോൾ 12 kilogramന് എങ്ങനെയാണ് എഴുതുന്നത്? 12 കഴിഞ്ഞിട്ട് 12 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ട് പിന്നെ 000. ഈ 000 ഗ്രാമിൻ്റെ പാർട്ടാണ്. അപ്പോൾ 12 kilogram 00 gram ആണ് ഇതല്ലേ? 12 kilogram എന്ന് മാത്രം പറയാം. അതുപോലെ നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ എത്രയാണ് ഡിസ്പ്ലേയിൻ മെഷീനിൽ എത്രയാണ് കാണിക്കുന്നത്? 10 kilogram ആണല്ലേ? 00 gram ആണല്ലോ. അപ്പോൾ 10 kilogram എന്ന് പറയാം. നെക്സ്റ്റ് എത്രയാണ്? 13 kilogram. പിന്നെ എത്രയുണ്ട്? 70 gram ഉണ്ടല്ലേ? 70 gram ഡോട്ട് കഴിഞ്ഞിട്ട് 70 എഴുതിയിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് 7 kilogram 250 gram. നെക്സ്റ്റ് കിലോഗ്രാം ഇല്ല, 500 gram മാത്രമാണ്. നെക്സ്റ്റ് 1 kilogram 5 gram. നെക്സ്റ്റ് 9 kilogram 900 gram. ഓക്കെ. നെക്സ്റ്റ് കിൻഡൽ, 50 rupees വേജ് ഫോർ 1 കിൻഡൽ. ഓക്കെ. ഒരു കിൻഡൽ ലോഡ് ചെയ്താൽ 50 rupees ആണ് കൂലി. ദ വെജിറ്റബിൾ മിലാൻ ആൻഡ് ഫാദർ ബോട്ട് വെർ ലോഡഡ് ഇൻ എ ഗുഡ്സ് കാരിയർ. മിലാനും ഫാദറും വാങ്ങിയ സാധനങ്ങൾ ഒരു ഗുഡ്സ് കാരിയറിലാണ് ലോഡ് ചെയ്തത്. അപ്പോൾ ഒരു കിൻഡൽ ലോഡ് ചെയ്താൽ 50 rupees, 50 രൂപയാണ് കൂലി. എന്തെല്ലാം വാങ്ങിയത്? ഒക്ര 10 kilogram ആണ് വാങ്ങിയത്. പംകിൻ 25 kilogram, പൊട്ടറ്റോ 50 kilogram, ടൊമാറ്റോ 15 kilogram, ഗ്രീൻ ചില്ലി 2500 gram ആണ്. അപ്പോൾ എത്രയാണ്? 2 kilogram 500 gram ആണ് അല്ലേ? അല്ലെങ്കിൽ 2.5 kilogram. നെക്സ്റ്റ് മാംഗോ 5 kilogram, ക്യാരറ്റ് 10 kilogram ആണ്, ഓണിയൻ 30 kilogram ആണ്, ജിഞ്ചർ 3500 gram ആണ്, അതായത് 3 kilogram 500 gram ആണ്. ഇനി ഈസ് ദ ടോട്ടൽ വെയിറ്റ് മോർ ദാൻ എ കിൻഡൽ ഓർ ലെസ്? ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഒരു കിൻഡലിനേക്കാളും കൂടുതലാണോ കുറവാണോ അതാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുക. എത്രയാണ്? 10 + 25 + 50 + 15 ഇത്ര വരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 100 kilogram കിട്ടുന്നുണ്ട്. ഇനി 2500 ഗ്രാമും ഈ 3500 ഗ്രാമും കൂട്ടിക്കഴിഞ്ഞാൽ 6 kilogram ആണ് കിട്ടുക. 6 kilogram. ഇനി എത്രയാണ്? ഈ 10 kilogram 30 kilogram, 5 kilogram 45 kilogram ആണ്. അപ്പോൾ ഇതൊക്കെ ടോട്ടൽ ചെയ്താൽ എത്രയാണ് കിട്ടുക? 151 kilogram ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 151 kilogram ആണ്. 1 കിൻഡൽ എന്ന് പറയുന്നത് 100 kilogram ആണ്. അപ്പോൾ ഇത് മോർ ദാൻ എ കിൻഡൽ ഓർ ലെസ്? ഇത് ഒരു കിൻഡലിനേക്കാളും കൂടുതലാണോ കുറവാണോ? മോർ ദാൻ എ കിൻഡൽ ആണല്ലേ? ഹൗ മച്ച് മോർ ഓർ ഹൗ മച്ച് ലെസ്? എത്രയാണ് കൂടുതൽ? 51 kilogram ആണ് കൂടുതൽ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഹൗ മെനി പാക്കറ്റ്സ്? എത്ര പാക്കറ്റ്? ദ ഷോപ്പ് കീപ്പർ ടുക്ക് 2 quarter kilogram പാക്കറ്റ്സ് ആൻഡ് 3 half kilogram പാക്കറ്റ്സ് ടു മേക്ക് 10 kilogram ഓഫ് കൊറിയാണ്ടർ. ഹൗ മെനി പാക്കറ്റ്സ് ഡിഡ് ഹി ഗിവ്? അതായത് കടക്കാരൻ 10 kilogram മല്ലി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 2 quarter kilogram പാക്കറ്റ്സ്, 2 1/4 കിലോയുടെ പാക്കറ്റും 3 1/2 കിലോയുടെ ഹാഫ് കിലോഗ്രാം പാക്കറ്റും എടുത്തിട്ടാണ് 10 kilogram കൊറിയാണ്ടർ മല്ലി കൊടുത്തത്. അതായത് ഈ 10 kilogram കൊടുക്കാൻ വേണ്ടി എല്ലാം 1 kilogramൻ്റെ പാക്കറ്റ് ഇല്ല, പാക്കറ്റ് കുറവായതിനാൽ അയാൾ എന്ത് ചെയ്തു? 2 quarter kilogram പാക്കറ്റും 3 1/2 കിലോയുടെ പാക്കറ്റ് കൊടുത്തു. ബാക്കിയെല്ലാം 1 kilo ആയിട്ട് തന്നെയാണ് കൊടുത്തത്. അപ്പം എത്ര പാക്കറ്റാണ് അയാൾ കൊടുത്തിട്ടുണ്ടാവുക അതാണ് കാണേണ്ടത്. അപ്പോൾ ഹൗ മെനി ഗ്രാംസ് ഡസ് 2 quarter kilogram പാക്കറ്റ്സ് മേക്ക്? 2 1/4 kilogramൻ്റെ പാക്കറ്റ് കൂടിക്കഴിഞ്ഞാൽ എത്ര ഗ്രാമാണ് ആവുക? അതായത് ക്വാർട്ടർ കിലോഗ്രാം എന്ന് വെച്ചാൽ 250 ആണല്ലേ 1/4 കിലോ. അപ്പോൾ 2 പാക്കറ്റ് ആകുമ്പോൾ എത്രയാകും? 2 × 250 എത്രയാണ്? 500 gram ആണ് ആവുക അല്ലേ? 500 gram ആണ്. ഇനി 3 half kilogram പാക്കറ്റ് കൂടിക്കഴിഞ്ഞാൽ എത്രയാണ്?
ഹാഫ് കിലോഗ്രാം എന്ന് പറയുമ്പോൾ അര കിലോ. അപ്പോൾ എത്രയാണ്? ഹാഫ് കിലോഗ്രാമിൽ 500 ഗ്രാമാണ്, 500 ഗ്രാമാണ്. അപ്പോൾ 500 ഗ്രാം കൂട്ടിക്കഴിഞ്ഞാൽ 500 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1500 ഗ്രാമാണ് അല്ലേ? അപ്പം വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ടോട്ടൽ വെയിറ്റ്? 2000 ഗ്രാമാണ്. 2000 ഗ്രാമാണ്. അതായത് 2 കിലോഗ്രാം ആയി അല്ലേ? 2000 ഗ്രാം എന്നാൽ എത്രയായി? 2 കിലോഗ്രാം ആയി അല്ലേ? ഇനി ഹൗ മെനി മോർ 1 കിലോഗ്രാം പാക്കറ്റ്സ് ആർ നീഡഡ് ടു മേക്ക് 10 കിലോഗ്രാം? ഇനി ഈ 10 കിലോഗ്രാം 10 കിലോഗ്രാം ആകാൻ വേണ്ടി എത്ര 1 കിലോഗ്രാമിൻ്റെ 1 കിലോയുടെ പാക്കറ്റ് വേണം? അതായത് 2 കിലോഗ്രാം ഇവിടെ ആയി. ഇനി ബാക്കി എത്രയാണ് വേണ്ടത്? 8 പാക്കറ്റ്സ് മതി അല്ലേ? 8 പാക്കറ്റ് മതിയല്ലോ. 8 പാക്കറ്റ്സ് അല്ലേ? നെക്സ്റ്റ് ഹൗ മെനി പാക്കറ്റ്സ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ വർ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ്? എല്ലാം അര കിലോയുടെ പാക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ എത്ര പാക്കറ്റ് വേണ്ടി വരുമായിരുന്നു 10 കിലോഗ്രാം കൊറിയാണ്ടർ മല്ലി കൊടുക്കാൻ വേണ്ടി? അപ്പം എല്ലാം ഹാഫ് കിലോഗ്രാം ആണെങ്കിൽ 1 കിലോ ആകാൻ വേണ്ടി 2 ഹാഫ് കിലോ കൂട്ടിക്കഴിഞ്ഞാൽ 1 കിലോ ആകും അല്ലേ? അപ്പോൾ 2 ഹാഫ് കിലോ കൂട്ടിക്കഴിഞ്ഞാൽ 1 കിലോ ആയി. എത്ര കിലോ കൊടുക്കേണ്ടത്? 10 കിലോഗ്രാം. അപ്പോൾ 2 × 10 എത്രയാണ്? 20 പാക്കറ്റാണ് വേണ്ടി വരിക അല്ലേ? നെക്സ്റ്റ് ഹൗ മെനി ഇഫ് ഓൾ വർ ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ്സ്? എല്ലാം 1/4 കിലോയുടെ പാക്കറ്റാണ് കൊടുത്തിരുന്നെങ്കിൽ എത്ര പാക്കറ്റ് ആയിരിക്കും വേണ്ടി വരിക? അതായത് 1/4 കിലോയുടെ പാക്കറ്റ് ആണെങ്കിൽ 1 കിലോ ആകാൻ വേണ്ടി 4 പാക്കറ്റ് വേണം അല്ലേ? അപ്പോൾ 10 കിലോ ആണ് കൊടുക്കേണ്ടത്. 4 × 10 എത്രയാണ്? 40 പാക്കറ്റ്സ് ആണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഹൗ മച്ച് ഗീ? നെയ്യ് എത്ര? ദേ ബോട്ട് 250 milliliter ബോട്ടിൽസ് ആൻഡ് 1 500 milliliter ബോട്ടിൽ ഓഫ് ഗീ. അവർ 2 250 milliliterൻ്റെ കുപ്പിയും ഒരു 500 milliliterൻ്റെ കുപ്പിയാണ് നെയ്യ് വാങ്ങിയത്. ഹൗ മച്ച് ഗീ ഡിഡ് ദേ ബൈ? അപ്പോൾ അവർ മൊത്തം എത്ര നെയ്യാണ് വാങ്ങിയത്? 2 250 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 500 milliliter ആയി അല്ലേ? ഇനി 1 500 milliliter ഉണ്ട് അല്ലേ? അപ്പോൾ 500 + 500 എത്രയാണ്? 1000 milliliter ആണല്ലേ? 1000 milliliter ആണ് വാങ്ങിയത്. ഇനി ഹൗ മെനി ബോട്ടിൽസ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ വർ 100 milliliter ബോട്ടിൽസ്? ഇനി എല്ലാം അവർ വാങ്ങിയത് 100 milliliterൻ്റെ ബോട്ടിൽ കുപ്പിയായിരുന്നെങ്കിൽ എത്ര ബോട്ടിലായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? അപ്പോൾ 1000 milliliter ആണ് വാങ്ങിയത്. അപ്പം എല്ലാം 100 milliliter ആകുമ്പോൾ ഈ 100,000 ആകാൻ വേണ്ടി എത്ര ബോട്ടിൽ വേണ്ടി വരും? എത്ര 100 കൂടിക്കഴിഞ്ഞാൽ 1000 ആവുക? 10 അല്ലേ? അപ്പോൾ 10 ബോട്ടിൽസ് ആണ് വേണ്ടതല്ലേ? ഇനി ഹൗ മെനി ഇഫ് ഓൾ വർ 250 milliliter ബോട്ടിൽസ്? എല്ലാം 250 milliliterൻ്റെ കുപ്പികളായിരുന്നെങ്കിലോ എത്ര വേണ്ടി വരും? അതായത് എത്ര 250 കൂട്ടിക്കഴിഞ്ഞാൽ 1000 അല്ലേ വാങ്ങിയത്? അപ്പോൾ 1000 ആകാൻ വേണ്ടി എത്ര 250 വേണം? 4 അല്ലേ? അപ്പോൾ 4 ബോട്ടിൽസ് ആണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ബാക്ക് ഹോം വീട്ടിലേക്ക് 635 kilograms ഓഫ് ഗ്രോസറീസ് ആൻഡ് 375 kilograms ഓഫ് വെജിറ്റബിൾസ് വർ ലോഡഡ് ഇൻ എ ഗുഡ്സ് കാരിയർ. 635 കിലോ പലചരക്കും 375 കിലോ പച്ചക്കറികളും ഒരു ഗുഡ്സ് കാരിയർ ലോഡ് ചെയ്തു. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? എത്രയാണ് ടോട്ടൽ വെയിറ്റ്? അപ്പോൾ എന്താണ്? 635 + 375 ആഡ് ചെയ്യുക. എത്രയാണ് കിട്ടുക? 1010 കിലോഗ്രാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വാട്ടർ ടാങ്ക്. ദർ ഈസ് എ 1000 liter ടാങ്ക്, എ 500 liter ടാങ്ക് ആൻഡ് 200 liter ടാങ്ക്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഓൾ? ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കും ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കും 2 200 ലിറ്ററിൻ്റെ ടാങ്കും ഉണ്ട്. അപ്പം എത്ര ലിറ്റർ വെള്ളമാണ് ആകെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുക? ടാങ്ക് 1 ഒന്നാമത്തെ ടാങ്കിൽ എത്ര സ്റ്റോർ ചെയ്യാം? 1000 ലിറ്റർ അല്ലേ? ഇനി രണ്ടാമത്തെ ടാങ്കിൽ ടാങ്ക് 2ൽ 500 ലിറ്റർ, ടാങ്ക് 3ൽ 2 200 ലിറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ടാങ്ക് 3ൽ 200 ലിറ്റർ, ടാങ്ക് 4ൽ 200 ലിറ്റർ. ടോട്ടൽ എത്രയാണ്? 1000 + 500 + 200 + 200 എത്രയാണ്? 1900 ലിറ്റർ. ഓക്കെ. നെക്സ്റ്റ് റിവ്യൂ ആക്ടിവിറ്റീസ് നോക്കാം. ജോണി ഈസ് എ ടപ്പിയോക്ക ഫാർമർ. ജോണി ഒരു മരച്ചീനി കർഷകനാണ്. ഹി ഗോട്ട് 2 quintals ആൻഡ് 65 kilograms ഓഫ് ടപ്പിയോക്ക ആസ് ഈൽഡ്. അയാൾക്ക് 2 കിൻഡൽ 65 കിലോഗ്രാം ടപ്പിയോക്ക മരച്ചീനി ഈൽഡായിട്ട് വിളവെടുത്ത സമയത്ത് കിട്ടി. ഹി സോൾഡ് ഇറ്റ് അറ്റ് 20 rupees per kilogram. അയാളത് 1 കിലോഗ്രാമിന് 20 രൂപ തോതിൽ വിറ്റു. ഹൗ മച്ച് മണി ഡിഡ് ഹി ഗെറ്റ്? എത്ര രൂപയായിരിക്കും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? അപ്പോൾ എത്രയാണ് അയാൾ വിളവെടുത്തത്? 2 കിൻഡൽ എന്ന് വെച്ചാൽ എത്രയാണ്? 200 കിലോഗ്രാമാണ്. അപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം എന്നാൽ എത്രയാണ്? 265 കിലോഗ്രാം ആണ് അല്ലേ? 1 കിലോഗ്രാമിന് എത്രയാണ്? 20 rupees ആണ്. അപ്പോൾ 265 × 20 എത്രയാണ്? 5300 rupees ആണ് കിട്ടുക. 5300 rupees. ഓക്കെ. നെക്സ്റ്റ് 1 sack contain 50 kilograms ഓഫ് റൈസ്. ഒരു ചാക്ക് അരി എന്നാൽ 50 കിലോ ആണ്. 60 such sacks were loaded in a lorry. ഇതുപോലുള്ള 60 ചാക്കുകൾ ഒരു ലോറിയിൽ ലോഡ് ചെയ്തു കയറ്റി. ഹൗ മെനി ടൺസ് ഈസ് ദർ ഇൻ ടോട്ടൽ? അപ്പം മൊത്തം എത്ര ടൺ ആയിരിക്കും ഉണ്ടാകുക? ടണ്ണിലാണ് കാണേണ്ടത്. അപ്പോൾ എത്ര ചാക്കാണ്? 60 sacks അല്ലേ? 60 ചാക്കാണ് കയറ്റിയത്. ഒരു ചാക്ക് എന്നാൽ എത്ര കിലോ ആണ്? 50 കിലോഗ്രാം ആണ്. അപ്പോൾ മൊത്തം കിലോ കാണാൻ വേണ്ടി 60 × 50 എത്രയാണ്? 003
30 അല്ലേ. 3000 കിലോഗ്രാമാണ് മൊത്തം കയറ്റിയത്. നമ്മളോട് ചോദിച്ചത് ടണ്ണിലാണ് ചോദിച്ചത്. അപ്പോൾ ഈ 3000 കിലോഗ്രാമിനെ ടെന്നിലേക്ക് മാറ്റുക. 1 ടൺ എന്നാൽ 1000 കിലോഗ്രാമാണ്. അപ്പോൾ 3000 കിലോഗ്രാം എത്രയായിരിക്കും? 3 ടൺസ് ആണ് അല്ലേ. 3 ടണ്ണാണ് കയറ്റിയത്. ഓക്കെ. നെക്സ്റ്റ് ദ ടേബിൾ ഷോസ് ദ തിങ്സ് ബിനു ബോട്ട് ഫ്രം ദ മാവേലി സ്റ്റോർ. ബിനു മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഷീ പുട്ട് ദം ഇൻ എ ക്ലോത്ത് ബാഗ്. അവളതൊരു തുണിസഞ്ചിയിലിട്ടു. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ തിങ്സ് ഇൻ ദ ബാഗ്. അപ്പോൾ ബാഗിലുള്ള സാധനങ്ങളുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എന്തൊക്കെയാണ് വാങ്ങിയത്? റൈസ് 2 കിലോഗ്രാം, ഷുഗർ 1500 ഗ്രാം, ചില്ലി പൗഡർ 250 ഗ്രാം, കൊറിയാണ്ടർ പൗഡർ 250, ഡാൽ 500 ഗ്രാം, ഗ്രീൻ ഗ്രാം 500 ഗ്രാം, കൗപ്പി 500 ഗ്രാം, ചിക്പി 500 ഗ്രാം, ആട്ട 2 കിലോഗ്രാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യണം. എന്നാലും നമ്മൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ വെയിറ്റ് കിട്ടും അല്ലേ. നമ്മൾക്ക് എന്ത് ചെയ്യാം? കിലോഗ്രാമിലുള്ളതൊക്കെ സെപ്പറേറ്റ് ആഡ് ചെയ്യാം. റൈസും 2 കിലോഗ്രാം, പിന്നെ ആട്ട 2 കിലോഗ്രാം, 2 + 2 എത്രയായി? 4 കിലോഗ്രാം ആയി അല്ലേ. കിലോഗ്രാമിൽ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഷുഗർ 1500 ഗ്രാം. ഈ ഗ്രാമിലുള്ളതൊക്കെ സെപ്പറേറ്റ് ആഡ് ചെയ്യുക. 1500 + 250 + 250 2000 ഗ്രാം ആയി അല്ലേ. ഇനി ഈ 500 ഈ 500 1000 ആയി. അപ്പോൾ 2000 1000 3000 ആയി. ഇതും 1000 ആയി അല്ലേ. അപ്പോൾ എത്രയാണ്? 4000 ഗ്രാമാണ് ഇത് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ 4000 ഗ്രാം എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? 4 കിലോഗ്രാം ആണ്. അപ്പോൾ 4 kg + 4 കിലോഗ്രാം എത്രയാണ്? 8 കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ദ ഓയിൽ ട്രേഡർ ഫിൽഡ് 5 500 ml ബോട്ടിൽസ് ആൻഡ് 6 200 ml ബോട്ടിൽസ് വിത്ത് ഓയിൽ ഫ്രം എ വെസൽ. എണ്ണ കച്ചവടക്കാരൻ 5 500 ml കുപ്പികളിലും 6 200 ml കുപ്പികളിലും എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് നിറച്ചു. നൗ 1 ലിറ്റർ ആൻഡ് 300 ml ഓഫ് ഓയിൽ ഈസ് ലെഫ്റ്റ് ഇൻ ദ വെസൽ. ഇപ്പോൾ ആ പാത്രത്തിൽ 1 ലിറ്റർ 300 ml എണ്ണ ബാക്കിയുണ്ട്. ഹൗ മച്ച് ഓയിൽ വാസ് ദർ ഇൻ ദ വെസൽ ഒറിജിനലി. അപ്പോൾ ആദ്യം ആ പാത്രത്തിൽ ശരിക്കും എത്രയായിരിക്കും എണ്ണ ഉണ്ടായിട്ടുണ്ടാവുക? അപ്പോൾ എന്താണ്? 5 500 ml കുപ്പിയിലല്ലേ, പിന്നെ 6 200 ml കുപ്പിയിലും. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണ ആയിരിക്കും? 5 500 ml ബോട്ടിലാകുമ്പോൾ 5 × 500 അല്ലേ. അപ്പോൾ എത്രയാണ്? 2500 ml എണ്ണ 500 ml കുപ്പിയിൽ നിറച്ചു. ഇനി 6 200 ml അല്ലേ. അപ്പോൾ 6 × 200 ml എത്രയാണ്? 1200 ml എണ്ണ 200 ml കുപ്പിയിൽ നിറച്ചു. അപ്പോൾ മൊത്തം നിറച്ച എണ്ണ എത്രയാണ്? രണ്ടും തമ്മിൽ ടോട്ടൽ ചെയ്യുക. 3700 ml എണ്ണ നിറച്ചു. ഇനി പാത്രത്തിൽ എത്രയാണ് ബാക്കിയുള്ളത് എണ്ണ? 1 ലിറ്റർ 300 ml എന്ന് വെച്ചാൽ എത്രയാണ്? 1300 ml ആണല്ലേ. അപ്പോൾ ഇത് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എണ്ണ കിട്ടുമല്ലോ. 3000 ഇത് തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ എണ്ണ കിട്ടുമല്ലേ. അപ്പോൾ എത്രയാണ്? 5000 ml എണ്ണയാണ് ആദ്യം പാത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് 5 കുപ്പികളിലേക്ക് 500 ml കുപ്പിയിൽ നിറച്ചു, 6 200 ml കുപ്പിയിൽ നിറച്ചു. അപ്പോൾ ടോട്ടൽ 3700 ml ആയി. ഇനി ബാക്കി എത്രയുണ്ടെന്ന് പറഞ്ഞു? 1 ലിറ്ററും 300 ml ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക? 5000 ml ആണ്. അതായത് 5 ലിറ്റർ 5 ലിറ്റർ എണ്ണയാണ് ആദ്യം പാത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ടേബിൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ മോഡലിൽ ഫില്ല് ചെയ്യുക. ഇവിടെ 3250 ഗ്രാമിന് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? 3 1/4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2500 ഗ്രാമിന് എങ്ങനെ എഴുതാം? 2 1/2 എന്ന് എഴുതാം. അത് കിലോഗ്രാമിലും ഗ്രാമിലും 2 kg 500 ഗ്രാം എന്ന് പറയാം. ഇനി 3250 ഗ്രാമിന് 3 1/4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ പറയാം? 3 kg 250 ഗ്രാം. നെക്സ്റ്റ് 1 1/4 അതിനെങ്ങനെ എഴുതാം? 1 1/4 1250 ആണ്. അതിന് 1 kg 250 ഗ്രാം. നെക്സ്റ്റ് 4 kg 250 ഗ്രാമിന് 4250 ഗ്രാം ആണ്. അത് 4 1/4 അല്ലേ. നെക്സ്റ്റ് 4 kg 250 ഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ദ മിൽക്ക് സൊസൈറ്റി ഗോട്ട് 550 ലിറ്റേഴ്സ് ആൻഡ് 750 ml ഓഫ് മിൽക്ക് ഓൺ മൺഡേ. പാൽ സൊസൈറ്റിയിൽ 550 ലിറ്റർ 750 ml പാല് തിങ്കളാഴ്ച ലഭിച്ചു. 85 ലിറ്റേഴ്സ് ആൻഡ് 250 ml ഓഫ് മിൽക്ക് വാസ് സോൾഡ് വിത്തിൻ ദ സൊസൈറ്റി. അതിൽ നിന്ന് 85 ലിറ്റർ 250 ml പാല് സൊസൈറ്റിയിൽ തന്നെ വിറ്റു, അതായത് വരുന്ന ആൾക്കാർക്ക് കൊടുത്തു. ആൻഡ് ദ റെസ്റ്റ് വാസ് സോൾഡ് ടു മിൽമ. ബാക്കി വരുന്ന പാൽ എന്ത് ചെയ്തു? മിൽമയിലേക്ക് കൊടുത്തു, മിൽമയിലേക്ക് വിറ്റു. ഹൗ മച്ച് വാസ് സോൾഡ് ടു മിൽമ. അപ്പോൾ മിൽമയിലേക്ക് എത്ര പാലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അപ്പോൾ ആകെ കിട്ടിയ പാൽ എത്രയാണ്? സൊസൈറ്റിയിലേക്ക് തിങ്കളാഴ്ച കിട്ടിയത് എത്രയാണ്? 550 ലിറ്റർ ആൻഡ് 750
മില്ലി ലിറ്റർ അല്ലേ, ഇത് ഒറ്റ അളവാണ്, ലിറ്ററിലും മില്ലി ലിറ്ററിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര പാലാണ് കിട്ടിയത്. ഇതിൽ നിന്ന് സൊസൈറ്റിയിൽ തന്നെ വരുന്നവർക്ക് കൊടുത്തത് എത്രയാണ്? 85 ലിറ്റർ ആൻഡ് 250 മില്ലി ലിറ്റർ പാൽ സൊസൈറ്റിയിൽ തന്നെ വിറ്റ് ചിലവഴിച്ചു അല്ലേ. ഇനി ബാക്കി വരുന്ന പാലാണ് എന്ത് ചെയ്തത്? മിൽമയിലേക്ക് കൊടുത്തത്. അപ്പോൾ ബാക്കി വരുന്ന പാല് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ നിന്ന് ഈ അവിടെ തന്നെ കൊടുത്ത പാല് മൈനസ് ചെയ്താൽ മതി അല്ലേ. എങ്ങനെ മൈനസ് ചെയ്യാം? ആദ്യം മില്ലി ലിറ്ററും കുറക്കുക. 750 മൈനസ് 250 എത്രയാണ്? 500 മില്ലി ലിറ്റർ ബാക്കിയുണ്ട്. ഇനിയോ ലിറ്ററും കുറക്കുക. 550 മൈനസ് 85 എത്രയാണ്? 465 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ എത്രയാണ് ബാക്കിയുള്ളത്? 465 ലിറ്റർ 500 മില്ലി ലിറ്റർ പാലാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള പാല് ആണ് മിൽമയിലേക്ക് കൊടുത്തത്. അപ്പോൾ മിൽമയിലേക്ക് കൊടുത്ത പാൽ എത്രയായിരിക്കും? 465 ലിറ്റർ 500 മില്ലി ലിറ്റർ പാലാണ് കൊടുത്തത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, ദ സ്കൂൾ ഈസ് പ്രിപ്പയറിംഗ് ആൻ ഓണം ഫീസ്റ്റ്. സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. പായസം ഈസ് സർവ്ഡ് ഇൻ 100 മില്ലി ലിറ്റർ ഗ്ലാസസ്. പായസം വിളമ്പിയത് 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം വിളമ്പിയത്. ഹൗ മച്ച് ലിറ്റേഴ്സ് പായസം ഈസ് നീഡഡ് ടു സെർവ് 1000 പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ 1000 ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എത്ര ലിറ്റർ പായസം വേണം? അപ്പം ഒരാൾക്ക് കുടിക്കാൻ വേണ്ടി, അതായത് ഒരു ഗ്ലാസ്സിൽ ഒരാളാണ് കുടിക്കുന്നത്, ഒരാൾക്ക് കുടിക്കാൻ 100 മില്ലി ലിറ്റർ പായസമാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 10 ആൾക്ക് കുടിക്കാൻ 10 ഇൻറ്റു 100 മില്ലി ലിറ്റർ അല്ലേ. 10 ഇൻറ്റു 100 മില്ലി ലിറ്റർ എത്രയാണ്? 1000 മില്ലി ലിറ്റർ പായസമാണ് 10 ആൾക്ക് കുടിക്കാൻ വേണ്ടി വേണ്ടത്. അതായത് 1 ലിറ്റർ പായസമാണ് 10 ആൾക്ക് കുടിക്കാൻ വേണ്ടത് അല്ലേ. അപ്പോൾ 10 ആൾക്ക് കുടിക്കാൻ 1 ലിറ്റർ ആണെങ്കിൽ 1000 ആൾക്കാർക്ക് കുടിക്കാൻ, 1000 പീപ്പിളിന് കുടിക്കാൻ എത്രയായിരിക്കും? 1000 ഡിവൈഡ് ബൈ 10 കണ്ടാൽ മതി. എത്രയാണ്? 0 ക്യാൻസലായി. എത്രയാണ്? 100 ലിറ്റർ പായസം വേണ്ടിവരും. 100 ലിറ്റർ പായസം വേണ്ടിവരും 1000 ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി. ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1 കിലോഗ്രാം ഓഫ് റൈസ് കുക്ക്ഡ് വുഡ് ബി ഇനഫ് ടു സെർവ് 8 പീപ്പിൾ. 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇഫ് 100 കിലോഗ്രാംസ് ഓഫ് റൈസ് ഈസ് കുക്ക്ഡ്, അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം അരി വെച്ച് കഴിഞ്ഞാൽ, ചോറ് വെച്ചാൽ ഹൗ മെനി ക്യാൻ ബി സർവ്ഡ്, എത്ര ആൾക്കാർക്ക് വിളമ്പാൻ സാധിക്കും? 1 കിലോഗ്രാം 8 പീപ്പിൾസിനാണെങ്കിൽ 100 കിലോഗ്രാം എത്രയായിരിക്കും? 8 ഇൻറ്റു 100, 800 പീപ്പിൾസിന് വിളമ്പാം അല്ലേ. 800 പീപ്പിൾസ്, 800 ആൾക്കാർക്ക് കഴിക്കാം. അത് എത്ര? 100 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.